ചേടാ ഇത് കൊള്ളാമല്ലോ. നീ അങ്ങോട്ട് മാറിയെന്നേ. അതെ പറയാം, ഞങ്ങളങ്ങ് പെരപ്പങ്കാവിലേക്ക് താഴേന്ന് വരിക. ഇവിടെ കൊല്ലിപ്പാറയ്ക്ക് താഴെ ചെരുവുള്ളിടത്തൊരു എസ്റ്റേറ്റ് വിൽക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഏലം നടാൻ പറ്റിയ ഭൂമിയാന്നാ പറയുന്നത് കേട്ടെ. ഏലത്തോട്ടോ? ഇവിടെ ആകെ ഒരു എസ്റ്റേറ്റേ ഉള്ളൂ. അത് അരിമല വക്കച്ച മുതലാളിയുടെയാ. അത് വിക്കത്തൊന്നുമില്ല. ചേട്ടന്മാര് വന്ന വഴിയെ പോയേ. വിക്കത്തില്ലെന്ന് പറയാൻ നീ ആരാടാ? വക്കച്ച മുതലാളി. വേണ്ട നാണ്ടേ, ഇവിടെ ഒന്ന് ചീറല്ലേ. നിങ്ങൾക്കൊന്നും ചീറാൻ പറ്റിയ ഇടവല്ല ഇത്. ഇതേ കൊല്ലിപ്പാറയാ. ചേടാ ഇതിപ്പോ കൊള്ളാമല്ലോ. ഇവന്മാർ വല്ലതും പറഞ്ഞെന്ന് വെച്ച് അനിയൻ കയറി അങ്ങ് തെറ്റാ നിന്നാലോ? അതെ, വക്കച്ച മുതലാളി പറഞ്ഞിട്ട് തന്നെയാ വന്നത്. ഇവിടെ എങ്ങാണ്ടൊരു മുരുകനുണ്ട്. അവനോട് ചോദിച്ചാൽ ഭൂമി കാണിച്ചു തരുമെന്നാ പറഞ്ഞത്. അനിയൻ അയാളുടെ വീട് പറഞ്ഞു തന്നാലും മതി. അയ്യേ എന്തോ അനിയ ഇത്. വേണ്ടേ നോക്കിയേ, നേരെ ഇരുണ്ട് വരുന്നു. രാത്രിക്ക് മുമ്പേ തലപ്പാറ പിടിച്ചില്ലേ, ഉടുമ്പൻചോലയ്ക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ നിന്ന് പിന്നെയുണ്ട് പെരുപ്പങ്കാവിലേക്ക് 20 മൈല്. ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു. മുരുകനെ ചോദിച്ചുകൊണ്ട് മാത്രമാ. ദാണ്ടേ ആ തൂക്കിലങ്ങ് ഇറങ്ങിയാ മതി. അവിടെ എല്ലാം കൂടി ആകെ ഒരേ ഒരു കുടിയേ ഉള്ളൂ. ഓ കർത്താവിന് നന്ദി. എന്നാ പിന്നെ ശരി തന്നെയാ, കാണാം. ஏதாவது எடுத்தாச்சுன்னா என்னோட சுபாவம் மாறிடும் பாருங்க. கிண்டல் பண்றியா? போ ஆவடிக்கு போ. വിളിക്കടാ അവളെ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. അതെ, ഇവിടെ ആരും ഇല്ലേ? யாரு? யாருது? யாரு? പെരപ്പങ്കവലെന്നാ. என்ன வேணும்? കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. உட்காருங்க. ശരി. உங்க பேர் என்னம்மா? கண்ணம்மா. எதுக்கு இங்க வந்திருக்க? കച്ചവടം. ഭൂമി പാട്ടത്തിനടുത്തുള്ള കമ്മട്ട കച്ചവടം. കമ്മട്ട വേലക്കാ? அதுக்கு இங்கே அதெல்லாம் கிடையாது.
என்னடா பண்றது? உனக்கு நான் யாருன்னு தெரியுமா? இது கண்ணம்மாவோட வீடு. இதுக்குள்ள ஏறதுக்கு ஏதாவது ஏற்றம் இருக்கா உனக்கு? எழுந்துடா. டேய் எழுந்துடா. ஹேய், என்னடி கண்ணம்மா இந்த மாதிரி? எதுக்கு சண்டை போடுற? முருகன் எங்க போயிருக்கான்? அவனை கூப்பிடு. ஹேய், என்னடி கண்ணம்மா இந்த மாதிரி? எதுக்கு சண்டை போடுற? முருகன் எங்க போயிருக்கான்? அவனை கூப்பிடு. நீங்க கம்மட்டி வேலைக்கு வந்திருக்காரா, முருகரை பாக்குறதுக்கு வந்திருக்காரா? விளையாடி அவனே. விളിക്കാൻ கூப்பிடவனே, எனக்கு டைம் கிடையாது. சீக்கிரம் விളിക്കടി ഉവേ. கடவுளே, கம்மட்டி வேலைக்கு வந்திருக்காரு. என்ன கொல்லறதுக்கு வருதா? വിളിച്ചു പോവാതടി. വിളിക്കടി അവനെ. கடவுளே, മുരുകൻ എവിടെടി? ഡേയ്, മിണ്ടിപ്പോരുത്. പോയി നോക്കടാ. എവിടെടി കൊല്ലിപ്പാറ മുരുകൻ? தெரியாது. കണ്ടോ? ഇല്ല. അകത്തില്ലേ? ഇല്ല. നേരെ വാ. സത്യം പറയണം. தெரியாது. നിന്റെ നാവിറങ്ങിപ്പോയോ? പറടി. அவங்க போயாச்சு. എവിടെ പോയി? தெரியல. காலையில ஹரிமலை கொச்ச முதலாளி கூப்பிட்டாச்சு. அப்பதான் அவரு போயது. ജോണിക്കുട്ടി. എന്തു പറ്റി സാർ? ഓ, എന്തോ പറ്റാനടവേ. മുടിഞ്ഞ മറവിയല്ലേ. എന്റെ കണ്ണട എവിടെ വെച്ച് മറന്നുപോയെന്നേ. ഇതാണോ സാർ? ആ, ഇതാ സാർ. ഇതിനാണോ സാർ നിന്നത്? ഞാൻ വിചാരിച്ചു സാറ് തിരികെ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണെന്ന്. ചാക്കോച്ചോ, എന്റെ കാര്യം പോട്ട്. ആ. എനിക്ക് മറവിയുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ഓ. മറവിയുള്ള എന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചാക്കോച്ചനെ ഞാൻ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ താൻ ഇങ്ങനെ ഒരു അരണയുടെ പണി കാണിച്ചാ ചാക്കോച്ച കാര്യങ്ങൾ കുഴഞ്ഞു പോവേ. നാളത്തെ പരിപാടി എന്തൊക്കെയാ? അത് നാളെ തോലംപാറയില് വൈകിട്ടൊരു പാല ഉദ്ഘാടനമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് പോലീസുമായുള്ള ജനസമ്പർക്ക പരിപാടിയുടെ സമ്മേളനവും. കാലത്ത് വേറെയുണ്ട് സാർ. പോലീസിന്റെ ജനസമ്പർക്ക പരിപാടിയെ കുറിച്ചുള്ള ആ ചാനലിന്റെ ചർച്ചയുണ്ട് സാർ. അല്ലേ, ഇച്ചായി വന്നിട്ട് ഇവിടെ തന്നെ നിക്കുവന്നോ? അതെങ്ങനാടി? ഞാൻ വന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയില്ലയോ? അത് ശരി, അതൊക്കെ മറന്നോ. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ഞാൻ ആരാന്ന് മാത്രം ഇച്ചായൻ ചോദിക്കാതിരുന്നാ മതി. താൻ ഇതുവരെ പോയില്ലയോ? അല്ല സാർ, വേറെന്തെങ്കിലും? ഒന്നുമില്ല. ആ, വേണ്ടേ, മണപ്പുറത്ത് നാൻസി കുഞ്ഞിനെ വിളിച്ചു വരുത്തിയമ്മച്ച് അതങ്ങ് മറന്നുപോയല്ലയോ? എന്നാ വൈകുന്ന കാര്യമെങ്കിലും അച്ചായനൊന്ന് വിളിച്ചു പറഞ്ഞൂടായോ? നേര് പറയാലോ മോളിക്കുട്ടി, ഞാനതങ്ങ് മറന്നതല്ലെന്നേ. ഞാനത് ഓർത്തതേ ഇല്ല. ഇച്ചായ, പെണ്ണാകെ പുതുക്കത്തില്ല. കല്യാണമേ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് നടന്നതാ. അറിയാവല്ലോ. ഞാൻ വിചാരിച്ചു വല്ല മഠത്തിലോ മറ്റോ പോയി ചേരുമായിരിക്കുന്നു. അല്ലേ നോക്കണേ, ഇപ്പൊ നോക്കിട്ട് മഠവോ അതെന്തുവാന്നാ? അത് ശരി, നേരി പറയുവാണേ. ഈ പടിക്കകത്ത് കാല് കുത്തിയ തുടങ്ങും പണ്ടത്തെ പുതുക്കം പറച്ചില്. കേട്ട് കേട്ട് ചെവിക്ക് തഴമ്പ് വന്നപ്പോഴാ ഞാൻ പറഞ്ഞേ, അമ്മാമേ എന്നാ ആൻസിക്ക് സമ്മതവാന്ന്. കർത്താവേ, എന്നാലെങ്കിലും നിർത്തുമല്ലോ എന്ന് വിചാരിച്ച. പക്ഷെ അങ്കിളെ, ഇതിച്ചിരി പാടാ.
ഇന്നിപ്പോ പഴയ കഥയും കൊണ്ട് പുതിയ കാര്യവാ എഴുന്നള്ളിക്കുന്ന ആ, അതെന്തു ആൻസി കുഞ്ഞെ മോളിക്കുട്ടിയുടെ പുത്തൻ കാര്യം? അങ്കിളേ ദേ വേണ്ടാപ്പാട് പറഞ്ഞോണ്ടല്ലോ ഞാൻ പറഞ്ഞേ. ഹാ മോളിക്കുട്ടി നീ അവിടെ ഇരുന്നേ, ഇവള് പറയട്ടെ. ആ, എന്തു ആൻസി കുഞ്ഞെ ഇവൾ എന്തുവാ പറഞ്ഞേ? അതെ ആൻസി കുഞ്ഞേ, ദേ മോളി, ആ. ഇവള് കുടുംബകലം ഉണ്ടാക്കി അടങ്ങത്തുള്ളതാ തോന്നുന്നേ. അതെ അങ്കിളേ, ആ. വേറൊന്നുമല്ല. ഈ അമ്മമ്മ പറയുവാ ഈ ആണുങ്ങളെല്ലാം ഒരുപോലെ കല്യാണത്തിന് മുമ്പ് പറയുന്ന പോലെ അല്ല, അവര് പിന്നങ്ങ് മാറും. കുര്യച്ചനങ്ങളും അങ്ങനെ. പിന്നെ പിന്നെ ആ കുര്യച്ചനങ്ങള് അമ്മാമ്മയെ ലീവ് എടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അങ്കിളിന് മുതിരച്ചാറും പൊടിയരിക്കഞ്ഞിയും വെച്ചു വിളമ്പാനാ പള്ളിക്കൂടത്തെ പണിക്ക് വിടാതെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേന്ന്. ആ, അത്രേ പറഞ്ഞുള്ളൂ. അത് ശരി, അതിന് തന്നെ. അതിനെന്തുവാ കേട് അല്ലേ? പൊടിയരിക്കഞ്ഞി മുതിരച്ചാറും വെച്ചോളമാനെ കൊണ്ട് വീട്ടുതടങ്ങളിൽ പാർപ്പിച്ചേക്കുന്നു പറഞ്ഞ് ദേ നീനി വനിതാ കമ്മീഷനിൽ പോവോടി കേസും കൊണ്ട്. വലിക്കല്ലേ എന്റെ പൊന്നു മോളിക്കുട്ടിയെ. ഒടുക്കം പത്രത്തിൽ വലിയ ലീഡ് വാർത്ത വരരുത്. ആഭ്യന്തരമന്ത്രി കുരുവിത്തടത്തി കുര്യച്ചൻ അകത്തായെന്ന്. അന്നേരെ പിണങ്ങിയോ? ദേണ്ടേ അമ്മാമേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലയോ. അത് സാരമില്ലെന്നേ, അതവൾക്കുള്ളതാ, അറിയാൻ മേലായോ. മാത്രമല്ല ആൻസി കുഞ്ഞിനെ കണ്ട അതവൾക്ക് കൂടുകയുള്ളൂ. ഒന്നോർത്താ നിങ്ങളൊക്കെ വരുന്നതാ ഞങ്ങൾ രണ്ടാൾക്കൊരു സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നാ പിണങ്ങാനാ. ഞാൻ ഇടക്കിടക്കിരുന്ന് പഴയതൊക്കെ ഓർത്തു നോക്കും. അന്ന് മോളിക്കുട്ടിയും കൂട്ടി അരിമലയെന്ന് പുറപ്പെട്ട് ആനമല കൊരച്ചായൻ്റെ അടുത്താ ഞാൻ ചെന്ന് കയറിയത്. അന്നമ്മച്ചയാ അമ്മച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ കൈപിടിച്ച് കയറ്റി. കോരച്ചാനില്ലായിരുന്നേ കാണത്തില്ല ഇങ്ങനൊരു ജീവിതം എനിക്ക്. ഒരിക്കൽ പാർട്ടി ഓഫീസിൽ വന്ന് കയ്യിലൊരു 100 രൂപയുടെ പുത്തം വെച്ച് തന്നേച്ചു പറഞ്ഞു, കുര്യച്ചോ ഇനി താമസിക്കരുത്, നീ അരിമല വക്കച്ചൻ്റെ അടുത്ത് എന്ന് അവളെയും പിടിച്ചിറക്കിയും കൊണ്ടുപോരുന്നു. അന്ന് ഞാൻ കോൺഗ്രസിന്റെ തോലമ്പാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വിരിച്ചിറങ്ങുന്ന കാലം. അന്ന് മടക്കിയ കയ്യ. അത് പിന്നെ നിവർത്തിയിട്ടുള്ളതൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കോരച്ചായൻ തന്നെ ആ കൈ നീട്ടവാ കുര്യച്ചന്റെ പിതൃസ്വത്ത്. കുര്യച്ചനങ്ങള് വളച്ചു വെച്ച് തടകിട്ടണ്ട. എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് വന്നപ്പോ പപ്പ ഫോട്ടോ തരുകയും ചെയ്തു. ദ ഗ്രേറ്റ് ആനമല തമ്പിയുടെ, ഐ മീൻ ആനമല ദേശത്തെ കൊച്ചു തമ്പിയുടെ. ഇന്നിപ്പോ തമ്പിക്ക് ആൻസിക്കുഞ്ഞിനെ ആലോചിച്ചപ്പോ മോളിക്കുട്ടി പറഞ്ഞു, നമ്മളീ ചെയ്യുന്നത് കർത്താവിന്റെ നിശ്ചയമാണെന്ന്. നമുക്ക് നന്മ ചെയ്തവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം കർത്താവിന്റെ നിശ്ചയമല്ലാതെ പിന്നെന്തുവാ. ഞാൻ നാളെ തോലമ്പാറ വരെ പോകുന്നുണ്ട്. ഒത്ത ആനമല വരെ ഒന്ന് പോയേച്ചേ വരത്തുള്ളൂ. അന്നാമ്മച്ചി ഒന്ന് കാണാമല്ലോ. ഹലോ ഹലോ കുര്യച്ചോ, സത്യത്തിൽ സന്തോഷമുണ്ട്. സന്തോഷവും സമാധാനമുണ്ട്. കാത്തിരുന്ന് അവളെ പറഞ്ഞുകൂടെ ഒടുവിൽ കിട്ടിയത് ഒത്ത വീട്ടിലോട്ടാണല്ലോ. കുര്യച്ചൻ ചെയ്ത സഹായം ഞാൻ മറക്കത്തില്ല ഉള്ള കാലം. ആഹാ, ജോസഫ് ചാൻ എന്തുവാ നേരത്തെ ഇരുന്ന് മിന്നിക്കുവാ? ആൻസി ഇറങ്ങിയപ്പോ ചെറിയൊരു മിന്നീര്. അവള് വന്ന് കയറും മുമ്പേ തീർക്കുകയും വേണം. ഞാൻ പറയായിരുന്നു പഴയ കാര്യം. ഇപ്പോഴത്തെ ചെല്ലും പടുതിയും കണ്ടിട്ട് കക്ഷിക്ക് അന്യായമില്ലെന്ന് തോന്നുന്നു. അന്യായം പോയിട്ടെ ഒരു ന്യായം പോലും ഇല്ലെന്ന് പറയിച്ചായ. ജോസഫ് ചായ, ഇതേ കുര്യച്ചന്റെ വലിപ്പമല്ല. മനസ്സുകൾ ഒന്നിച്ചു ചേരേണ്ടത് നമ്മുടെ നിശ്ചയമല്ല, അത് സ്വർഗ നിശ്ചയോ, കർത്താവിന്റെ ഇച്ഛയാ. അതാ പറഞ്ഞേ, മരിച്ചുപോയ കോരച്ചായനും
നിങ്ങളും ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമായത്. ഞാൻ ഇതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഉം. ആ ജോസഫ് ചായ പപ്പ ഉം. പപ്പ ഇവരുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചേച്ച് ഞാൻ ടപ്പേന്ന് വരാം. എടി ആൻസി കുഞ്ഞെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങും. അപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ആര് കഴിക്കും? നിങ്ങൾ പപ്പായും മോളും ഒന്ന് രണ്ട് പറഞ്ഞോണ്ടിരി. ഞാൻ ഇതൊക്കെ ഒന്ന് ഊരി വെച്ചേച്ച് ടപ്പേന്നിങ്ങി വരാം. പപ്പ ഉം. പിണങ്ങിയോ? സോറി പപ്പ. ദേ ഈ ആൻസി കുഞ്ഞിന്റെ പൊട്ടിയ വായില്ലയോ? സോറി, അറിയാതെ കൊണ്ട് പറഞ്ഞു പോയതല്ലയോ? നീ അങ്ങ് പറഞ്ഞോടെ ആൻസി കുഞ്ഞെ. 1-2 ദിവസം കഴിഞ്ഞാ നീ അങ്ങ് പോകത്തില്ലയോ ആനമലയിലെ പുറത്തേക്ക്? പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലയോ? ആൻസി, അല്ലേ ആൻസി കുഞ്ഞെ, ചോറ് വിളമ്പി വെക്കാൻ പറഞ്ഞിട്ട് എങ്ങോട്ട്? ഇന്ന് പപ്പാടെ കൂടെയാ ഊണ്. അല്ലേ പറ്റത്തില്ലെന്നേ. അയ്യോ, അതെന്നാ പുതുക്കോ കർത്താവേ? പുതുക്കവാ, പുതുക്കം തന്നെ. അല്ലേലും പപ്പായ്ക്ക് പുതുക്കവാ. ഫോൺ അവിടെ വെച്ചിട്ടുണ്ടേ. പോയി ചോറ് വിളമ്പി